ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയുടെ കുഴി ശിവാനി തന്നെ തോണ്ടിയല്ലോ. അതായത് ഇങ്ങനെ ഗൗതമിന്റെ ആ ഒരു വ്യക്തിത്വം അങ്ങ് പറഞ്ഞതേ മുതൽ, ദത്തപുത്രനാണെന്ന് പറഞ്ഞത് മുതൽ അവിടെ വസുന്ധര ശിവാനിയെ അങ്ങ് വേണ്ടെന്ന് വെക്കണം കേട്ടോ. ശിവാനി എന്ന താടക അത് കുടുംബം തകർത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു തീരുമാനം തന്നെ എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രണവും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ശിവാനിയുടെ വാക്കുകൾക്ക് പിന്നെ വലിയ മൂല്യമൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ശിവാനി ഇനിയിപ്പോ എന്ത് ചെയ്യും, ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോൾ എന്റെ പിറകെ എല്ലാവരും ഇരുന്ന വിചാരിച്ചത്, പക്ഷെ ഇത് എല്ലാവർക്കും അറിയായിരുന്നു, ഞാൻ ഒരിക്കലും പരിധിയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ്. അങ്ങനെ തന്റെ അമ്മക്ക് വിളിക്കാണ് ശിവാനി രേണുകയോട് കാര്യങ്ങൾ ചോദിക്കാണ്. എന്താണ് ഇപ്പൊ അമ്മ ഇനിയിപ്പോ ഒരു വഴി? പണ്ടത്തെ പോലെ വസുന്ധരയും അതുപോലെ തന്നെ എന്റെ പ്രണവ് ഉണ്ടല്ലോ, എന്നെ കെട്ടിയവനുണ്ടല്ലോ ആ കോന്തൻ, അവനും ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള വാക്ക് പറയാൻ കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വത്തുക്കളും നിന്റെ കൈക്കുള്ളിലാവും എന്ന് കരുതി ഇന്നിപ്പോ നിനക്ക് വലിയ വീഴ്ചയാണല്ലോ. ഗൗതമിനും നിധിക്കും ഇപ്പൊ അവിടെ വലിയൊരു സ്ഥാനം തന്നെ കിട്ടിയല്ലോ എന്നിങ്ങനെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശിവനി പറയുന്നത് ശരിയാണ് അമ്മ, ഗൗതമിനും നിധിക്കും വലിയൊരു സ്ഥാനമാണ് കിട്ടിയത്. എന്റെ വില പോവുകയാണ് ചെയ്തത്. ഇത്രയും കാലം ആ വസുന്ധര എന്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പറഞ്ഞാലും അവരെന്റെ അടുത്ത് നേരക്ക് ചൂടാവാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ പറയാണ്. അങ്ങനെ പിന്നീട് രേണുക ഒരു തീരുമാനമെടുക്കണം. നമുക്ക് വേറൊരു കളി കളിച്ചാലോ? എന്ത് കളി? അതായത് ഗൗതമിന്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞിട്ട് ഒരാളെ അങ്ങ് ഇറക്കിയാലോ? അത് യഥാർത്ഥ അമ്മ അച്ഛനും ആണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറക്കിയാലോ? അത് കേൾക്കുന്ന ശിവാനിയുടെ മനസ്സിൽ ഡബിൾ ലഡ് പൊട്ടോട്ടോ. അങ്ങനെ ശിവാനി അങ്ങനെയാണെങ്കിൽ ഓക്കെ, എന്നാ അമ്മ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ രണ്ടുപേരെ ഇവിടുന്ന് കിട്ടും. അതൊക്കെയുണ്ട്, രണ്ടുപേരെ എനിക്ക് നന്നായി അറിയാം. അവര് നന്നായി അഭിനയിക്കോ? ഇനി അതും ഞാൻ തന്നെ അതിന് പിറകിൽ കളിച്ചെന്ന് സത്യം പുറത്തു വരുമോ? അത് വേണ്ട, വസുന്ധര എന്റെ നേർക്കെടുക്കും. അവരുടെ മകനെ തൊട്ട് കളിച്ച് അവരുടെ സ്വഭാവം മാറും. നിധിയുടെ നേർക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് കേൾക്കുന്ന രേണുക പറയാം, ഇല്ലടി. അപ്പൊ ശിവാനി ആ തീരുമാനം എടുക്കുക ശരിയാണ്, ഇനിയിപ്പോ അങ്ങനെ തന്നെ ആവാമെന്ന് ചിന്തിക്കാൻ കേട്ടോ. പിന്നീട് രണ്ട് വാടകയ്ക്ക് അച്ഛനെയും അമ്മയും വിളിക്കുകയാണ്. അവരോട് കാര്യങ്ങൾ പറയണം. നിങ്ങൾ ആ വീട്ടിലോട്ട് വരണം, എന്നിട്ട് നന്നായി നിങ്ങൾ അഭിനയിക്കണം. ഒരു തരത്തിലും നിങ്ങളെ പിടിക്കപ്പെടാൻ പാടില്ല എന്നുള്ള സത്യം ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ ശരിയെന്ന് അവരും പറയണം. അവർക്ക് പൈസക്കുള്ള ആർത്തി കൊണ്ട് അവർ ഓക്കെ എന്ന് പറയണം. അങ്ങനെ ഈ സമയം ഗൗതമിന്റെ വീട്ടിലോട്ട് ഇവർ കയറി വരികയാണ് കേട്ടോ. ഇതേ സമയം ശിവാനിയാണ് വിളിച്ചിരുത്തുന്നത്. ശിവാനി ആരാ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതമിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയാം കേട്ടോ. അപ്പൊ അത് കേട്ടോടും തന്നെ അങ്ങോട്ടേക്ക് പാറു വരികയാണ്, വസുന്ധര വരിക. അപ്പൊ നിങ്ങൾ ആരാ? നിങ്ങൾ കാര്യം പറയും. ഞങ്ങൾക്ക് ഗൗതമിനെ കണ്ടാലാണ്, ഗൗതമിനോട് കുറച്ച് കാര്യങ്ങൾ പറയണം, അവനെ കാണണം എന്ന് പറയട്ടപ്പോഴേക്കും നിധി വരുന്നുണ്ട്. അപ്പൊ ശിവാനിയാണ് ഇങ്ങനെ കണ്ണുകൊണ്ടും അഭിനയം തുടങ്ങിക്കോ എന്നുള്ള രീതിയിൽ ശിവാനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഗൗതമിനെ കാണണമെന്നിങ്ങനെ അവര് ആവശ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഗൗതം ആ വഴി വരികയാണ്. അങ്ങനെ ഗൗതം അങ്ങ് വന്ന ഉടനെ അവരുടെ കയ്യിൽ വലിയൊരു സഞ്ചിയും അതുപോലെ തന്നെ കുറെ കവറുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവര് എന്ത് ചെയ്യുന്ന ഒരു ബാഗും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവര് ഗൗതമിനെ കണ്ട ഉടനെ അവര് എണീറ്റിട്ട് ചെല്ലുമ്പോൾ ഗൗതം ചോദിക്കും, നിങ്ങൾ ആരാന്ന് ചോദിക്കാനിട്ടാ. അപ്പോഴേക്കും പാറുവും വസുന്ധര ഇത് ആരാണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കില്ലേ. അപ്പൊ ഈ ഉടൻ തന്നെ ഇവര് ഓടിച്ചെന്നിട്ട് പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന പാറു ആകെ അന്തം വിട്ടു പോവാണ് വസുന്ധര കേട്ടോ. ഉടൻ തന്നെ എന്റെ പൊന്നു മോനെ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയും, നിങ്ങൾ ആരാണ് എന്നെ പൊന്നു മോനെ എന്നൊക്കെ വിളിക്കാൻ? നിങ്ങൾ ആരാണ്? എന്താ മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു? ഞങ്ങൾ നിന്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. എന്താ ഈ പറയുന്നത്? നിങ്ങൾ വേണ്ടപ്പെട്ടതാണെന്ന് പോയി മാറി നിന്നേ നിധി അപ്പോഴേക്കും പറയുന്നു. അപ്പോൾ ഉടൻ തന്നെ ഗൗതം, നിങ്ങൾ ആരാണ്? കാര്യം പറയും. അപ്പോഴേക്കും ഞാൻ നിനക്ക് എന്തൊക്കെ കൊണ്ടുവന്നിക്കുന്നു നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ ബാഗിൽ നിന്നും ആ കവറിൽ നിന്നും ഒരുപാട് വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇതിങ്ങനെ, ഇത് കഴിക്കും മോനെ, ഇത് നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ എന്നൊക്കെ ഇങ്ങനെ അവര് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം ഗൗതം, നിങ്ങൾ ആരാണെങ്കിലും പറയൂ എന്ന് പറഞ്ഞു കൊടുത്തന്നെ, ഞങ്ങളാണ് നിന്റെ സ്വന്തം അച്ഛനും അമ്മയും പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി വസുന്ധരയും പാറും ആകെ തകർന്നു പോവാണ്. ഈശ്വര എന്തപ്പോ ഈ പറഞ്ഞത് എന്നറിയാതെ അവരിങ്ങനെ തകർന്നു നിൽക്കണം കേട്ടോ. അപ്പൊ ഈ സമയം വീണ്ടും ഇങ്ങനെ, എന്റെ പൊന്നുമോനെ നീ ഞങ്ങളെ മറന്നോ? ഞങ്ങൾക്ക് ചില സാഹചര്യം കൊണ്ട് നിന്നെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഞങ്ങൾ നിന്റെ പെറ്റമ്മയും ഇത് നിന്റെ സ്വന്തം അച്ഛനുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നന്നായി അഭിനയിക്കണം. ഇതൊന്നും കാണുമ്പോ പാറൂര് കലി തൊള്ളാണ്. ചീ, മാറി നിൽക്ക്, നിങ്ങൾ എന്റെ മകന്റെ ദേഹത്ത് തൊടാൻ ആരധികാരം തന്നു? മാറി നിൽക്ക് അവിടെ നിന്നും. എന്റെ മകനെ നിങ്ങൾ തൊട്ടുപോരുത് എന്നും പറഞ്ഞ് ഒരൊറ്റ തള്ളങ്ങ് അവരെ തള്ളട്ടോ. ഇതോടുകൂടി വസുന്ധരൻ, ശരിയാണ്, ഇവരെ ആരും ഇങ്ങോട്ടേക്ക് കയറ്റി ഇട്ടത്, മര്യാദക്ക് പോയെന്ന് പറയട്ടോ.
അപ്പൊ അവര് പറയാണ് നിങ്ങൾക്ക് എന്ത് അധികാരം, ഞാനാണ് ഇവനെ പ്രസവിച്ചത്, ഇവന്റെ പെറ്റമ്മയാണ് ഞാൻ, പേറ്റുനോവ് അറിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മകനിൽ നിന്നും വേറിട്ട് പോവാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഒരു അവകാശമില്ല. ഞങ്ങൾ ഞങ്ങളുടെ മകനെ ഒന്ന് കൺകുളിർക്കെ കാണട്ടെ, അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൗതമാകെ ഞെട്ടിലോട് കൂടി നിൽക്കണം. അങ്ങനെ ഗൗതം മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ ഗൗതം ഇങ്ങനെ കൈയോട് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം നിധിക്ക് അങ്ങ് ദേഷ്യം പേടിക്കാണ്. നിധി പറയണേ, നിങ്ങൾ എൻ്റെ ഗൗതമിന്റെ പെറ്റമ്മ, ഒന്ന് പോ സ്ത്രീ, നിങ്ങൾ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ ഗൗതമിന്റെ പെറ്റമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ഗൗതം അങ്ങ് ഞെട്ടിപ്പോയിട്ട് എന്താ നിധി ഇങ്ങനെ പറയുന്നത്, അറിയുന്നത് പോലെയുള്ള ഒരു സംസാര രീതിയാണ് നിധി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉടനെ അവര് വീണ്ടും പറയണേ, ഞങ്ങൾ ഗൗതമിന്റെ അമ്മയും അച്ഛനാണ്, ഞങ്ങൾക്ക് ഗൗതമിനുള്ള അവകാശം നിങ്ങൾക്കില്ല, നിങ്ങൾ ദത്തെടുത്ത് വളർത്തിയത്, അതായത് ദത്തുപുത്രനല്ലേ ഇവൻ എൻ്റെ സ്വന്തം ചോരയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവര് ഉണ്ടാക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് എല്ലാവരും കൂടിയിട്ട് അവരെ അവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള പരിപാടിയായിട്ട് ചെയ്യുന്നത്. ഗൗതമ പോലും തള്ളിപ്പറയുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോഴേക്കും വസുന്ധരക്ക് ദേഷ്യം പിടിക്കുന്നത്, തന്റെ മകനെ ഒരു അവകാശം വന്ന് കാണുമ്പോൾ വസുന്ധരക്കും ദേഷ്യം പിടിക്കേണ്ട. വസുന്ധര പറയണം, ആരുമില്ല ഇവിടെ, ഇവരെ പുറത്തിറക്കൂ എന്ന് പറയാനേട്ടോ. അങ്ങനെ ഈ സമയം നിധി, ശരിയാണ്, ഇവരെ പുറത്തിറക്കുക, ഗൗതമിന്റെ പെറ്റമ്മ ആരാണെന്നുള്ള നിങ്ങളല്ല തീരുമാനിക്കും, ഞങ്ങള് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ഗൗതം ഒന്ന് ഷോക്കോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഈ സമയം ശിവാനി, അതെന്താ നിധി നീ അങ്ങനെ പറഞ്ഞത്? ഗൗതമിന്റെ പെറ്റമ്മ ഇവരല്ലെങ്കിൽ വേറെ ആര്? ഇവരല്ലെങ്കിൽ വേറെ ആര്? നീ പറയും, ഗൗതമിന്റെ പെറ്റമ്മ ആരാണെന്ന് നീ പറയും, സ്വന്തം അച്ഛൻ ആര്, സ്വന്തം അമ്മ ആരെന്ന് നീ പറയും, നിനക്ക് അറിയുന്നത് പോലെയാണല്ലോ നിന്റെ സംസാരം. അത് കേൾക്കുന്ന നിധി, ഈശ്വര എന്റെ നാവിൻ തുമ്പിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു സത്യം ചെറുതായി വീണല്ലോ ഈശ്വര എന്നുള്ള ഭാവത്തിൽ നിധി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നിധി ഇങ്ങനെ തപ്പിപ്പിടിക്കുകയാണ്. അത് ഗൗതം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വീണ്ടും ശിവാനി പറയുന്നത്, എന്താ നിധി നിനക്കൊരു തപ്പിപ്പിടുത്തം, ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി പറയുന്നില്ലല്ലോ, മര്യാദക്ക് പറ, ഗൗതമിന്റെ പെറ്റമ്മ ആരെ? നിനക്കറിയുന്നത് പോലെയാണല്ലോ നീ ഇവരെ തടഞ്ഞത്, നിനക്കറിയോ ഗൗതമിന്റെ അച്ഛനും അമ്മയും ആരെന്ന്? അപ്പോഴേക്കും വസുന്ധര പറയാണ്, മതി ശിവാനി, നിന്റെ താണ്ഡവം ഇവിടെ വേണ്ട, നീ ഒരു പ്രാവശ്യം എന്റെ മകനെ ദത്തപുത്രനുള്ള സത്യം അറിയിച്ചപ്പോ അവനെ നീ വല്ലാതെ അങ്ങ് തകർത്തു, ഇനി നിർത്തിയേക്ക് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പാറു അത് തന്നെ പറയണം, മതി, എന്റെ മകനെ നീ ഒരുപാട് തകർത്തു, എന്റെ മകനെ നീ ഒരുപാട് വേദനിപ്പിച്ചു, ഞങ്ങളുടെ മകനായി വളർത്തിയതാണ് ഇവനെ നീ വേദനിപ്പിച്ചു, ഇനി ഒരു വേദന എന്റെ മകന് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഈ വീട് വിട്ടിറങ്ങിയതാണ്, അതുകൊണ്ട് ശിവനെ നിർത്തിയേക്ക്, നിങ്ങൾ ആരാണെങ്കിലും ഇവിടെ നിന്ന് പോ, സെക്യൂരിറ്റി ഇവരെ പുറത്താക്കൂ എന്നങ്ങ് പറഞ്ഞു ഉടനെ ഗൗതം പറയണം, അവിടെ നിൽക്കേ, അങ്ങനെ പറയാൻ വരട്ടെ. ഇവിടെ ഇപ്പോ ശിവാനി പറഞ്ഞതുപോലെ എൻ്റെ സ്വന്തം അമ്മയും അച്ഛനും അറിയുന്നത് പോലെയാണല്ലോ പാറുവിൻ്റെയും അതുപോലെ നിധിയുടെയും മറ്റുള്ളവരുടെയൊക്കെ സംസാരം. എന്നാൽ ഇവരല്ലെങ്കിൽ വേറെ ആര്? എൻ്റെ അച്ഛനും അമ്മയും. ഇവര് പറയുന്നു ഇവരുടെ മകനാണ് ഞാനെന്ന്, എൻ്റെ മകനാണെന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ വല്ല തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ പെറ്റമ്മയെ അറിയോ നിങ്ങൾ? എങ്കിൽ അത് പറയൂ എന്ന് പറയട്ടോ. അപ്പോൾ നിധിയെ കുറിച്ച് ചെറിയൊരു സംശയം ഗൗതമിന്റെ ഉള്ളിൽ തോന്നിയിരിക്കുകയാണ്. അപ്പൊ ഈ സമയം ഗൗതം ഒരു തീരുമാനം എടുക്കുകയാണ്, ഇവരിവിടെ നിൽക്കട്ടെ, ഇവരെന്റെ പെറ്റമ്മയാണെന്ന് പറയുന്നു, സ്വന്തം അച്ഛനാണെന്ന് പറയുന്നു, അതുകൊണ്ട് ഇവരെ എനിക്ക് തള്ളി പറയാൻ പറ്റത്തില്ല, കാരണം ഇവരെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് പണി കിട്ടും, നാളെ ഇവരെന്റെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ എനിക്ക് ആ കുറ്റബോധം എന്റെ മനസ്സിൽ നിന്ന് പോവില്ല എന്ന് പറയട്ടോ. ഇതോടുകൂടി നിധിയും പാറുവും വസുന്ധരയും ആകെ ഞെട്ടിപ്പോണിട്ടാ. അങ്ങനെ അവരെ അകത്തോട്ട് കൊണ്ടുപോകാൻ പറയണേ. അങ്ങനെ ശിവാനി അവരെ അകത്ത് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം വസുന്ധര, എൻ്റെ മകന്റെ അവകാശം പറഞ്ഞ് ആരോ പിറകിൽ കളിച്ചിട്ടുണ്ട്, ആരോ അവരെ ഇറക്കിയിരിക്കുകയാണ്, അത് ഞാൻ ആരാണെങ്കിലും കണ്ടെത്തും, അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് വസുന്ധര പറയുമ്പോ പാറുവും പറയുന്നുണ്ട്, വസു ഇത് ആരോ മനഃപൂർവ്വം നമ്മുടെ ഗൗതമിനെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്, അപ്പൊ അത് ആരാണെന്ന് കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെ ഞങ്ങൾ നല്ല എപ്പിസോഡുകളാണ്, ശിവാനിയാണെന്നുള്ള സത്യം കണ്ടെത്തുന്നുണ്ട് കേട്ടോ.